പ്രണയതീരം ഭാഗം 4. രചനാ സംഭാഷണം രുദ്രപ്രിയ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ പാർട്ടിൽ സാന്ത്വനം എന്ന പേര് മാറ്റിയിട്ടത് പ്രണയതീരമാണ്. കൂട്ടുകാർ ക്ഷമിക്കണേ. കഥയിലേക്ക് പോകാം. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഡിസ്പ്ലേയിൽ നോക്കി. രുദ്രൻ കോളിംഗ്. ഹലോ സിദ്ധാർത്ഥ് സർ. സിദ്ധാർത്ഥ്, കം ടു മൈ ഓഫീസ്. സിദ്ധാർത്ഥ് വേഗം രുദ്രൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. ഡോർ നോക്ക് ചെയ്ത് അകത്ത് കയറി. നീട്ടി വലിച്ച് ഒരു സെല്യൂട്ട് കൊടുത്തു. ആ കേസിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ? വളരെ ഗൗരവത്തോടു തന്നെ സിദ്ധാർത്ഥ് രുദ്രൻ ചോദിച്ചു. യെസ് സർ. അടുത്ത് വരുന്ന ഏതോ ഒരു ദിവസം അവർക്ക് കോളേജിന് പുറത്തു വെച്ചൊരു ഡീൽ നടക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്ഥലം കൃത്യമല്ല. ഏതെങ്കിലും കോമൺ പ്ലേസ് ആകാൻ സാധ്യതയുണ്ട്. അത്രയും നേരം ഗൗരവത്തോടു കൂടി കേട്ടിരുന്ന രുദ്രൻ, ഓക്കെ സിദ്ധു, റെയിൽവേ സ്റ്റേഷൻ, തിയേറ്റർ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ് ഇവയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം വേണം. ഇത്തവണ നമുക്കവരെ മിസ്സാവാൻ പാടില്ല. ഒഫീഷ്യൽ മാറ്റേഴ്സിൻ്റെ സംസാരം കഴിഞ്ഞ് ഡാ, അച്ഛനും അമ്മയൊക്കെ സൂമായിരിക്കുന്നോ? സിദ്ധുവിനെ നോക്കി ചെറിയ പുഞ്ചിരിയോടെ രുദ്രൻ തിരക്കി. ഞാനത് പറയാൻ മറന്നു. നിനക്കിന്ന് തിരക്കാണോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഡാ, ഇന്ന് പ്രിയയുടെ പിറന്നാളാണ്. അതാണ് സാറിൻ്റെ മുഖത്തൊരു തെളിച്ചം. നീ എന്നിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയോ? ഇല്ലടാ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. നീയല്ലേ എക്സ്പീരിയൻസിന് കാമുകൻ. പറ, എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും? സിദ്ധുവിൻ്റെ മുഖം വിളറി. നീ ഗോപുവിനെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടോടാ? ഞാൻ ആ ടൈപ്പല്ല. അല്ലായിരുന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിൻ്റെ പുറം ഇടിച്ച് ഞാൻ പള്ളിപ്പുറമാക്കും. രുദ്രൻ കയ്യിൽ കിടന്ന ഇടിവള ഒന്ന് തിരിച്ച് സിദ്ധുവിനെ നോക്കി. നീ എൻ്റെ മെക്കിട്ട് കയറാതെ എന്ത് ഗിഫ്റ്റ് വാങ്ങുമെന്ന് ആദ്യം ആലോചിക്കുക. അതിനാണ് എനിക്ക് നിൻ്റെ സഹായം വേണ്ടത്. രുദ്രനും ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. അടുക്കളയിൽ മാലിനിയും ദേവയും തകൃതിയായി പാചകത്തിലാണ്. ഗോപു ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ വാരി കുറയ്ക്കുന്നുണ്ട്. പായസത്തിൽ ചേർക്കാൻ വെച്ച മുന്തിരി അതും എടുത്തു കഴിക്കുന്നു. അങ്ങനെ ഗോപുവിനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുന്നു. ഗോപു, നീ ഇങ്ങനെ സഹായം ചെയ്യേണ്ട. മാലു കയ്യിലിരുന്ന തവി ഗോപുവിൻ്റെ നേർക്ക് വീശി. എനിക്ക് അതിനൊന്നും ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ലേ അമ്മേ. കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ട് പെണ്ണിനൊന്നും അറിയില്ല. ചെന്ന് കയറുന്ന വീട്ടിൽ ഇനി എങ്ങനെയായിരിക്കും? ഗോപു ദേവയെ നോക്കി നന്നായി ഇളിച്ചു. പായസം ഉൾപ്പെടെയുള്ള എല്ലാ വിഭവവും ദേവയും ഗോപുവും മാലുവും ചേർന്ന് ഡൈനിങ്ങിൽ നിരത്തി വെച്ചു. മാലു നീലക്കര സെറ്റുമുണ്ടും ദേവയ്ക്ക് ഉടുത്തു കൊടുത്തു. എൻ്റെ മോൾ ഇതെടുത്ത് സുന്ദരിയായി രാവിലെ അമ്മ തന്ന സമ്മാനമിട്ട് വേഗം വായോ. ദേവയും ഗോപുവും മുറിയിലേക്ക് പോയി. ഡാ, എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ നിന്ന് ഒന്നുപോലും നിനക്ക് ഇഷ്ടമാകാത്തതെന്താ? പിന്നെ ചുരിദാറും സാരിയും സ്പ്രേയും ഇതൊക്കെയാണല്ലോ സാറ് കണ്ടുപിടിച്ച വലിയ ഗിഫ്റ്റ്. ഞാൻ എൻ്റെ പെണ്ണിന് ആദ്യമായി കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ദി ബെസ്റ്റ് ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമാണ്. മഹി, ഏട്ടൻ എത്തിയോ? മഹി നൽകിയ പാക്കറ്റ് മാലു വാങ്ങി ടേബിളിൽ വെച്ച് പുറത്തൊരു വാഹനത്തിൻ്റെ ഒച്ച കേട്ട് മഹിയും മാലുവും നോക്കുമ്പോഴുണ്ട് സിദ്ധുവും രുദ്രനും. അച്ഛൻ നേരത്തെ എത്തിയോ? എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? സിദ്ധു, കുറച്ച് തിരക്കായിരുന്നു അങ്കിൾ. എവിടെ മാലു? ദേവയും ഗോപുവും. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ മുകളിലേക്ക് നീണ്ടു. സ്റ്റെയർ ഇറങ്ങി വരുന്ന ദേവയും ഗോപുവും രണ്ടുപേരുടെയും വേഷം മുണ്ടുനേരിയതുമാണ്. നീല കളർ സെറ്റുമുണ്ടെടുത്ത് ഒരുങ്ങി വരുന്ന ദേവയെ കണ്ടപ്പോൾ രുദ്രൻ്റെ കണ്ണ് തള്ളി. അവളുടെ മൂക്കിൽ തിളങ്ങുന്ന ഒറ്റക്കൽ മൂക്കുത്തിയും ചാമ്പയ്ക്ക ചുണ്ടുകളും രുദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്നാൽ സിദ്ധുവിൻ്റെ നോട്ടം മുഴുവനും ഗോപുവിലായിരുന്നു. ആദ്യമായിട്ടാണ് സിദ്ധു ഗോപുവിനെ ഈ വേഷത്തിൽ കാണുന്നത്. ജീൻസ്, ചുരിദാർ, മെടി ഇങ്ങനെയേ കണ്ടിട്ടുള്ളൂ. ധാവണി പോലും ഉടുത്ത് കണ്ടിട്ടില്ല. സെറ്റുമുണ്ട് ഉടുത്തപ്പോൾ പെണ്ണ് ഒന്നുകൂടി സുന്ദരിയായി. സിദ്ധുവിനെ കണ്ട് ഗോപുവിൻ്റെ മുഖം നാണത്താൽ ചുമന്നു. ഗോപുവിനെ നോക്കി വായും തുറന്നു നിൽക്കുന്ന സിദ്ധുവിൻ്റെ കാലിൽ രുദ്രൻ ഒരു ചവിട്ട് കൊടുത്തു. സിദ്ധു വേഗം രുദ്രനെ നോക്കി, വാ അടച്ചു പിടിക്കണം. അല്ല, രണ്ടുപേര് സുന്ദരിയായിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് അച്ഛാ? നന്നായിട്ടില്ലേ? ദേവ ഉടുപ്പിച്ച് തന്നതാ. സന്തോഷത്തോടെ ഗോപു അച്ഛനോട് ചോദിച്ചു. അച്ഛൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ദേവമോളുടെ അത്രയും ഭംഗിയില്ല. അല്ലേലും എൻ്റെ ദേവക്കുട്ടി ഒരു ദേവതയല്ലേ. ഗോപു ദേവിയെ കെട്ടിപ്പിടിച്ചു. സിദ്ധുവും രുദ്രനും മഹിയും ഭക്ഷണം കഴിക്കാനിരുന്നു. മാലുവും ദേവയും ഗോപുവും വിളമ്പാനും. അത് വേണ്ട മാലു, നമുക്കൊന്നിച്ചിരിക്കാം. എല്ലാവർക്കും കൂടി പരസ്പരം വിളമ്പാം. അതിൻ്റെ സുഖം വേറെയാണ്. ദേവയുടെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടായിരുന്നു. അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. തൻ്റെ നേർക്ക് നീണ്ടുവരുന്ന ഒരു ഉരുള ചോറ് ദേവ വേഗം വാ തുറന്നു.
മാലു ചോറ് ദേവയുടെ വായിൽ വെച്ച് കൊടുത്തു. മഹിയും ഗോപുവും ദേവയ്ക്ക് ചോറ് ഉരുട്ടി നൽകി. ഇതൊക്കെ കണ്ട് സിദ്ധുവും രുദ്രനും സന്തോഷം തോന്നി. ഡാ, ഇതൊരു ചാൻസാണ്, നീ വേണമെങ്കിൽ ചോറ് വാരി കൊടുക്കടാ നിൻ്റെ പെണ്ണിന്. രുദ്രൻ രൂക്ഷമായി അവനെ ഒന്ന് നോക്കി. സിദ്ധു പിന്നെ ഒന്നും മിണ്ടിയില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മാലുവും ഗോപുവും ചേർന്ന് കേക്ക് എടുത്ത് വെച്ചു. റെഡ് വെൽവെറ്റ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കേക്കായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ദേവപ്രിയ എന്ന് അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ദേവയുടെ മനസ്സ് നിറഞ്ഞു. മഹിയും മാലുവും ദേവയുടെ ഇരുവശത്തു നിന്ന് അവളുടെ കൈപിടിച്ച് കേക്ക് മുറിപ്പിച്ചു. ദേവ ആദ്യം തന്നെ ഒരു പീസ് കേക്ക് മാലുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. മഹിക്കും ഗോപുവിനും ദേവ കേക്ക് വായിൽ വെച്ച് കൊടുത്തു. ഗോപുവും മാലുവും മഹിയും ദേവയ്ക്ക് ഒരു പീസ് കേക്ക് വായിൽ വെച്ചു. മഹിക്ക് അത്യാവശ്യമായി ഒരു കോൾ ഉള്ളതുകൊണ്ട് ഫോണുമായി പുറത്തേക്ക് പോയി. മാലു കിച്ചണിലേക്ക് പോയി. ദേവ 2 പീസ് കേക്കുമായി രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും അടുത്തേക്ക് പോയി. ദേവ നീട്ടിയ കേക്ക് വാങ്ങാനായി രുദ്രൻ കൈകൾ നീട്ടി. അത് പറ്റില്ല, എല്ലാവർക്കും ദേവ കേക്ക് വായിൽ വെച്ചല്ലേ കൊടുത്തത്, പിന്നെ എന്തിനാ രുദ്രേട്ടൻ മാത്രം കയ്യിൽ കൊടുക്കുന്നത്? ചേട്ടൻ്റെയും വായിൽ വെച്ച് കൊടുത്താൽ മതി കേക്ക്. ഗോപുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും ദേവയുടെയും കണ്ണ് തള്ളി. ദേവ ഏട്ടന് കൊടുക്ക് കേക്ക്. ദേവ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. 2 പേരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. രുദ്രൻ്റെ കണ്ണുകളിൽ നിറയെ ദേവയോടുള്ള പ്രണയമായിരുന്നു. ദേവയുടെ കൈ അറിയാതെ രുദ്രൻ്റെ വായിലേക്ക് നീണ്ടു. രുദ്രൻ കേക്കിനൊപ്പം അവളുടെ വിരലുകളും നുണഞ്ഞു. ദേവ വേഗം ഞെട്ടി കൈ പിൻവലിച്ചു. രുദ്രൻ ദേവയുടെ കയ്യിലുണ്ടായിരുന്ന അടുത്ത പീസ് കേക്ക് എടുത്തു. ദേവയുടെ വായിലേക്ക് വെച്ചു. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് കിളി പോയി നിൽക്കുകയാണ് സിദ്ധുവും ഗോപുവും. രുദ്രൻ പിന്നെ മുകളിലേക്ക് കയറിപ്പോയി. ദേവ കിച്ചണിലേക്കും. സിദ്ധു വേഗം ഗോപുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു. എൻ്റെ പെണ്ണ് ഇന്ന് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഗോപു ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധു കേക്ക് വെട്ടി വിഴുങ്ങുന്നു. അവൾ സിദ്ധു ചുംബിച്ച കവിളിൽ പതിയെ കൈവച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോ, താനിത് മുഴുവൻ തിന്ന് തീർക്കല്ലേ, എനിക്ക് കിട്ടിയില്ല. അതിന് ഞാൻ കുറച്ചെടുത്തല്ലേ ഉള്ളൂ. കുറച്ചോ? മുക്കാലും കഴിച്ചു തീർത്തു. ഇനി മതി, ബാക്കി എനിക്ക് വേണം. ബഹളം കേട്ട് രുദ്രനും മാലുവും ദേവയും വരുമ്പോഴുണ്ട് സിദ്ധുവിൻ്റെ തലയിലും മുഖത്തും ഒക്കെ കേക്ക്. പോത്തുപോലെ വളർന്നു രണ്ടും. എങ്കിലും തമ്മി കണ്ട തല്ലൊഴിഞ്ഞ നേരമില്ല. മാലു ഗോപുവിൻ്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. അവൾക്കേ ബോധമില്ല. നീ ഒരു പോലീസല്ലേ? ഇവളാണ് കേക്കെടുത്ത് എന്നെ എറിഞ്ഞത്. സിദ്ധു പല്ല് കടിച്ചു. നീ എന്തായാലും ദേവയുടെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവ്. ഗോപു സിദ്ധുവിൻ്റെ മൂത്ത് നോക്കി പുച്ഛം വാരി വിതറി. സിദ്ധു പല്ലും കടിച്ച് രുദ്രനോടൊപ്പം മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി. രാത്രിയിൽ ദേവരുദ്രന് കുടിക്കാൻ വെള്ളവുമായി മുകളിലേക്ക് പോയി. അവൾ പതിയെ ഡോർ തുറക്കുകയാണ്. രുദ്രൻ വന്ന് കതക് തുറന്നു. ദേവയുടെ കയ്യിൽ നിന്നും വെള്ളം നിറച്ച ജാർ വാങ്ങി വെച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവളുടെ കയ്യിൽ രുദ്രൻ പിടിച്ചു. ദേവ ഒരു നിമിഷം ഞെട്ടി. രുദ്രൻ വേഗം കൈവിട്ടു. സോറി പ്രിയ, ഞാൻ തനിക്ക് ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടി. രുദ്രൻ പകുതിയിൽ നിർത്തി. ദേവ ഒന്ന് ചിരിച്ചു. രുദ്രൻ വേഗം മേശയിൽ നിന്നും ഒരു പാക്കറ്റ് പുറത്തേക്കെടുത്തു. അവൾക്ക് നേരെ നീട്ടി. ദേവ മടിച്ച് അത് കയ്യിൽ വാങ്ങി. പ്രിയ, താനതൊന്ന് തുറന്നു നോക്കൂ. ദേവ പാക്കറ്റ് പൊട്ടിച്ചു. പതിയെ അതിനുള്ളിൽ എന്താണെന്ന് നോക്കി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. എനിക്കാണോ ഇത് ദേവേട്ടാ? തനിക്ക് തന്നെയാ? ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. ഞാൻ പൊയ്ക്കോട്ടെ ദേവേട്ടാ. അവൾ വേഗം റൂമിലേക്ക് പോയി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദേവയ്ക്കും രുദ്രനും. മനസ്സിലൂടെ ഉച്ചമുതലുള്ള സംഭവങ്ങൾ മിന്നിമറഞ്ഞു. ദേവയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ദേവേട്ടനോട് തനിക്ക് പ്രണയമാണോ? തനിക്കതിനുള്ള അർഹതയുണ്ടോ? ദേവയുടെ ഉള്ളിൽ 100 സംശയങ്ങളുണ്ടായി. അവൾ വേഗം കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് രുദ്രൻ കൊടുത്ത പാക്കറ്റിൽ നിന്നും ചിലങ്ക് പുറത്തെടുത്തു. അപ്പോഴാണ് അതിൽ നിന്നും ഒരു ചെറിയ പേപ്പർ ഉയർന്ന് താഴേക്ക് വീണത്. ദേവ പേപ്പർ കയ്യിലെടുത്തു. എൻ്റെ തുമ്പപ്പൂവിന് 1000 പിറന്നാൾ ആശംസകൾ. ഇഷ്ടമാണ് പെണ്ണെ നിന്നെ ഒരുപാട്. ദേവൻ. ദേവ പിന്നെയും ചിലങ്കയിലേക്കും ആ കടലാസിലേക്കും മാറി മാറി നോക്കി. അപ്പോൾ ദേവേട്ടൻ എന്നെ ഇഷ്ടമാണോ? ദേവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ ആ കടലാസ് നെഞ്ചോട് ചേർത്തു. അവളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ചിലങ്കയിൽ വീണ് ചിതറി. ദേവേട്ടൻ്റെ ഇഷ്ടം സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നറിയില്ല. പക്ഷേ ആരോരുമില്ലാത്ത എനിക്ക് ഈ വീട്ടിലുള്ളവരെല്ലാമാണ്. ഞാൻ അവരോട് നന്ദികേട് കാണിക്കുന്നത് പോലെ ആകുമോ? ബുദ്ധി വേണ്ട എന്ന് പറയുമ്പോഴും മനസ്സ് വേണമെന്ന് ചാട്ടിയും പിടിക്കുന്നു. എൻ്റെ കൃഷ്ണ, ഈ പെണ്ണിനെ ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ? എനിക്ക് നേർവഴി കാട്ടി തരണമേ. എന്നെ ഇനിയും ഓരോന്ന് കാട്ടി മോഹിപ്പിച്ച് എനിക്ക് കരയാൻ വയ്യ, വേദനിക്കാൻ വയ്യ. അവളുടെ കരച്ചിലുകൾ ആ റൂമിൽ തട്ടി നിന്നു. രാവിലെ കതകിലെ തുടരെയുള്ള മുട്ടുകേട്ടാണ് ദേവ ഉണർന്നത്. എന്ത് പറ്റി ദേവ, നിനക്ക് സുഖമില്ലേ? ഗോപു അവളുടെ കയ്യിൽ നെറ്റിയിൽ വെച്ച് ചോദിച്ചു.
എന്തോ വല്ലാത്ത തലവേദന. എന്നാ നീ കിടക്ക്, ഇന്ന് നീ കോളേജിൽ വരണ്ട. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ഗോപുവിൻ്റെ കയ്യിൽ ദേവ പിടിച്ചു. ദേവ ഗോപുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഗോപു അവളുടെ തോളിൽ പതിയെ തട്ടിക്കൊടുത്തു. എന്താ ദേവ നിനക്ക്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗോപു അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി. ദേവ ഗോപുവിൻ്റെ 2 കൈയും പിടിച്ചു. ഒരുപാട് നഷ്ടങ്ങളിലൂടെയാണ് ഗോപു എൻ്റെ ജീവിതം. അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് മതിയാകും മുമ്പേ അച്ഛൻ പോയി. ആശ്രയമായ അമ്മയും. ഒടുവിൽ നഷ്ടപ്പെടലുകളിൽ ഞാൻ മാത്രമായി. മരിക്കാൻ ഭയമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് തിരിച്ചത്. അമ്മ തന്ന അഡ്രസ്സിൻ്റെ പേരിൽ, അതിൻ്റെ മാത്രം ബലത്തിൽ. ഒടുവിൽ ട്രെയിനിൽ വെച്ച് എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ദൈവദൂതനെ പോലെ വന്നതാണ് ദേവേട്ടൻ. ഇവിടെ എത്തി. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം, അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ദേവേട്ടനെ ഒരു ഏട്ടനായി കാണാൻ കഴിയുന്നില്ല ഗോപു. എനിക്ക് എൻ്റെ മനസ്സിൽ ദേവേട്ടനോട് മറ്റെന്തോ ആണ്. എനിക്കറിയില്ല. ദേവ ഗോപുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് തേങ്ങി കരഞ്ഞു. ദേവ, നിനക്ക് ഏട്ടനെ ഇഷ്ടമാണോ? ഗോപു ചോദിച്ചു. എനിക്കറിയില്ല ഗോപു, എനിക്കറിയില്ല. പക്ഷെ ദേവേട്ടനെ കാണുമ്പോൾ ക്രമാതീതമായി ഇടിക്കുന്ന എൻ്റെ ഹൃദയവും ദേവേട്ടൻ്റെ സാമീപ്യവും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എനിക്കിഷ്ടമാണ് ഗോപു, ഒരുപാട് ഇഷ്ടമാണ്. അർഹിക്കാത്തത് മോഹിച്ച് ഒടുവിൽ നഷ്ടപ്പെടുത്തി കളയാൻ ഇനിയും എനിക്ക് വയ്യ. സഹിക്കാൻ കഴിയില്ല. അഭയം തന്ന വീടിനോട് നന്ദികേട് കാണിക്കാനും എനിക്ക് കഴിയില്ല ഗോപു. ഗോപു അവളെ ആശ്വസിപ്പിച്ചു. നിന്നെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. എൻ്റെ മനസ്സിൽ എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി ഞാൻ എന്നേ നിന്നെ കണ്ടതാണ്. അമ്മയ്ക്കും ഇഷ്ടമാണ് ദേവ നീ ഏട്ടൻ്റെ പെണ്ണായി വരുന്നത്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അമ്മ പറഞ്ഞിട്ടില്ലേ നിന്നോട് ദേവേട്ടൻ്റെ പെണ്ണായി നീ വരുന്നത് കാണാൻ അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന്? പിന്നെ അച്ഛനും ഇഷ്ടമാവും. നിന്നെ ആർക്കാ ഇഷ്ടമാകാത്തത്? മതി കരഞ്ഞത്. ഗോപു ദേവയുടെ കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തു. നീ പോയി ഫ്രഷ് ആവ്. ഞാൻ താഴേക്ക് പോട്ടെ. ഇന്ന് നീ കോളേജിൽ വരണ്ട. മനസ്സ് ശാന്തമാവട്ടെ, ഞാൻ അമ്മയോട് പറയാം. നീ റെസ്റ്റ് എടുത്തോ. ഗോപു താഴേക്ക് പോയി. അമ്മ, എനിക്ക് കഴിക്കാനെടുത്തേ. അടുക്കളയിൽ നോക്കി വിളിച്ചുകൊണ്ട് ഗോപു ചെന്നു. എവിടെ ദേവ? അവൾക്ക് തലവേദനയാ അമ്മേ. ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അവളൊന്ന് കോളേജിൽ വരുന്നില്ല. ഏട്ടൻ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. അച്ഛൻ നിന്നെ കോളേജിൽ വിടും. ഞാൻ ലേറ്റാവും. രുദ്രൻ കഴിച്ച് മതിയാക്കി റൂമിലേക്ക് പോയി. ഗോപു അത് കണ്ട് ചിരിച്ചു. അമ്മ, ദേവ താഴേക്ക് വന്നോളും. അവളെ ശല്യം ചെയ്യണ്ട. അവൾ കുറച്ച് കിടക്കട്ടെ. അമ്മ മുകളിലേക്ക് കയറി പോകാതിരിക്കുന്നതിനായി ഗോപു പറഞ്ഞു. നീ വേഗം റെഡിയായി വായോ, അച്ഛൻ ഇപ്പോൾ വരും. രുദ്രന് മുറിയിലിരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. അവൻ വെരികിനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുവിൽ ദേവയെ കാണാൻ തന്നെ തീരുമാനിച്ചു. ദേവയുടെ മുറിയിലേക്ക് ചെന്ന് പതിയെ ഡോർ നോക്ക് ചെയ്തു. ദേവ വാതിൽ തുറന്നു. രുദ്രൻ മുറിയിലേക്ക് കയറി. എന്തു പറ്റി പ്രിയ, സുഖമില്ലേ? രുദ്രൻ അവളുടെ മുഖത്താകമാനം നോക്കി. തടിച്ചു വീർത്ത് കണ്ണുകളും ചുവന്ന മൂക്കിൻ തുമ്പും വിതുമുന്ന ചുണ്ടും കണ്ടപ്പോൾ അവൾ കരയുകയായിരുന്നു എന്ന് രുദ്രന് മനസ്സിലായി. താൻ എന്തിനാ പ്രിയ കരഞ്ഞത്? ദേവ അവളുടെ മുഖം താഴ്ത്തി. രുദ്രൻ അവളുടെ മുഖത്തേക്ക് ചൂണ്ടുവിരലാൽ ഉയർത്തിപ്പിടിച്ചു. നിനക്കെന്നെ ഇഷ്ടമല്ലേ പ്രിയ? ഞാനാണോ പ്രിയ നിൻ്റെ ദുഃഖത്തിന് കാരണം? ഞാനാണോ ഈ കണ്ണുനീരിന് കാരണം? ദേവ തേങ്ങി കരഞ്ഞു. നിൻ്റെ ഈ കണ്ണുനീര് എന്നെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. പ്ലീസ് കരയല്ലേ. ഞാൻ അറിയാതെ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എനിക്ക് സങ്കടമില്ല പ്രിയ. നീ കരയല്ലേ. രുദ്രൻ ഡോറിനടുത്തേക്ക് നടന്നു. ദേവ വേഗം അവൻ്റെ പിന്നിൽ വന്ന് ഇറക്കെ പുണർന്നു. രുദ്രൻ ആദ്യമൊന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ദേവയുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ വീണ് പൊള്ളി. ദേവയുടെ മുഖം പിടിച്ചുയർത്തി. എനിക്ക് ദേവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇനി എനിക്ക് ആരെയും നഷ്ടപ്പെടുത്താൻ വയ്യ ദേവേട്ട. ഞാൻ സ്നേഹിച്ച് ഒടുവിൽ എനിക്ക് കരയാൻ വയ്യ. ദേവൻ അവളുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു. നിന്നെ നേരിൽ കാണും മുമ്പേ നീ എൻ്റെ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നതാണ് പെണ്ണെ. ഞാൻ എങ്ങനെയാണ് നിന്നെ നഷ്ടപ്പെടുത്തുന്നത്? നീ എൻ്റെ പ്രാണനാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി. കൈവിട്ട് കളയാനല്ല, ഈ നെഞ്ചിൽ ചേർത്ത് പിടിക്കാനാണ് ജീവനുള്ള കാലം. ഇനി ഈ കണ്ണുകൾ നിറയരുത്. ദേവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. നിനക്ക് സുഖമില്ലെന്ന് ഗോപു പറഞ്ഞപ്പോൾ ആകെ വെപ്രാളമായിരുന്നു. ഈ കുറച്ചു നേരം ഞാൻ അനുഭവിച്ച വേദന അതെനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. നീ ഈ ദേവൻ്റെ പെണ്ണാണ് ദേവപ്രിയ. നീ ഇങ്ങനെ നിന്നാൽ എനിക്കിന്ന് പോക്ക് നടക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ ലേറ്റാണ്. രുദ്രൻ ദേവയെ നോക്കി. ദേവ വേഗം അവനെ വിട്ട് അകന്നു മാറി. പ്രിയ, അത്ര ആർദ്രമായിരുന്നു ആ വിളി. ദേവ മുഖമുയർത്തി രുദ്രനെ നോക്കി. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം നീയായിരുന്നു പെണ്ണെ. പിന്നെ നിൻ്റെ. രുദ്രൻ പകുതിയിൽ നിർത്തി. ദേവ തലയുയർത്തി രുദ്രനെ നോക്കി. രുദ്രൻ ദേവയുടെ അടുത്തേക്ക് വന്നു. തോളിൽ നിന്നും അവളുടെ മുടി പതിയെ മാടി ഒതുക്കി. തോളിൽ തെറിഞ്ഞു നിന്ന കറുത്ത മറുകിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. രുദ്രൻ്റെ ശ്വാസം ദേവയുടെ തോളിലെ മറുകിൽ പതിഞ്ഞു. ചുണ്ടുകൾ ആ മറുകിനെ തഴുകി.
ദേവയിൽ ഒരു ഏങ്ങൽ അനുഭവപ്പെട്ടു. വിരലുകൾ ചുരിദാറിൽ കൊരുത്ത് പിടിച്ചു. കണ്ണുകൾ അടഞ്ഞു. രുദ്രൻ അവളുടെ കണ്ണിൽ പതിയെ ഊതി. ദേവ കണ്ണുകൾ തുറന്ന് കവിൾ നാണത്തിൻ്റെ ചുവപ്പുരാശി പടർന്നു. രുദ്രൻ അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു. ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ കരയിച്ചതിൻ്റെ സങ്കടം മാറാൻ പറഞ്ഞുകൊണ്ട് രുദ്രൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.